കാറ് വാങ്ങിയപ്പോൾ അദ്ദേഹം പോണ്ടിച്ചേരിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ മുക്കാട്ടുകരക്കാരനായി. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തുകാരനാകുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമല്ല SIR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം ഗുരുവായൂർക്കാരനായി മാറി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം പറയും. ബഹുമാന്യനായ തൃശ്ശൂരിൻ്റെ MP കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പുതുതായി ഇന്നലെ പുറത്തിറങ്ങിയ വോട്ടർ പട്ടിക പ്രകാരം തൃശ്ശൂർ പാർലമെൻറ്റ് സെക്ടറിലെ ഗുരുവായൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 137 നമ്പർ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചേർത്തിയതായി കാണുകയാണ്. കഴിഞ്ഞ അദ്ദേഹം മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് തൃശ്ശൂരിലെ പാർലമെൻറ്റ് സെക്ടറിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ മുക്കാട്ടുകരയിലായിരുന്നു. ഇപ്പോൾ അത് ഈ പുതിയ SIR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ ഗുരുവായൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹം ഇവിടെ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. ഒരു ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് കാത്ത് സംരക്ഷിക്കാത്ത രീതിയിലാണ് ശ്രീ സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. ഇതൊരു കുട്ടിക്കളിയായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തിരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. അവസരത്തിനൊത്ത് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ പഴുതുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹം കാറ് വാങ്ങിയപ്പോൾ അദ്ദേഹം പോണ്ടിച്ചേരിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ മുക്കാട്ടുകരക്കാരനായി. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തുകാരനാകുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമല്ല SIR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം ഗുരുവായൂർക്കാരനായി മാറി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം പറയും. ഇത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞ ഒരു കാര്യമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം, അതെങ്ങനെയാണ് വോട്ടവകാശം ലഭ്യമാകുക എന്നുള്ള കാര്യങ്ങളെയൊക്കെ വളരെ ഔചിത്യത്തോടു കൂടിയും അന്തസ്സോടു കൂടിയും ചെയ്യേണ്ട കാര്യമാണ് ഇത്തരത്തിൽ അന്തസ്സില്ലാത്ത രീതിയിൽ, ഔചിത്യമില്ലാത്ത രീതിയിൽ കുട്ടിക്കളിയായി ശ്രീ സുരേഷ് ഗോപി ചെയ്യുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് തൃശ്ശൂരിലെ ജനങ്ങളോട്, തൃശ്ശൂരിൻ്റെ MP ആണ് അദ്ദേഹം, ഇവിടെ നിന്ന് ജയിച്ച് സഹമന്ത്രിയായതാണ്, തൃശ്ശൂരിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു നീതികേടും അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് ഞങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. എന്തും വിളിച്ചു പറയുക എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം തരം താഴ്ന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാകണമെന്നാണ് ആഗ്രഹം. ഭക്തിപരമായൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അതിനാരും എതിരല്ല. പക്ഷെ ഒരു കേന്ദ്രമന്ത്രിക്ക് എങ്ങനെയാണ് അതാകുക എന്ന് പോലും അറിയാത്ത ഒരു രീതിയിലേക്ക് പോകുന്നത് തൃശ്ശൂരിലെ ജനങ്ങളെ നാണം കെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുത്തുക, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യം. നിയമപരമായി തെറ്റുണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അദ്ദേഹം അവിടെ അച്യുതം അപ്പാർട്ട്മെൻറ്റിലാണ് വോട്ട് ചേർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വർഷങ്ങളായി അവിടെ ഫ്ലാറ്റ് ഉണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് ഉണ്ടായിരുന്നിട്ട് എന്തിനാണ് മുക്കാട്ടുകരയിൽ വോട്ട് ചേർത്തിയത്? അദ്ദേഹം എന്തിനാണ് തൃശ്ശൂരിൽ മുക്കാട്ടുകരയിൽ വോട്ട് ചേർത്തിയത്? എന്തിനാ? അതല്ലേ
അദ്ദേഹത്തിന് ഗുരുവായൂരുണ്ടെങ്കിൽ അദ്ദേഹം ഗുരുവായൂർക്ക് അന്ന് ചേർത്താമായിരുന്നല്ലോ. അത് ഒരു വെല്ലുവിളിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇനിയും ചെയ്യും. അത് നിയമത്തിൽ പഴുതുകളുണ്ടാകാം. മനുഷ്യ ഏതാ അല്ല, അത് മുന്നുണ്ടല്ലോ. ലോകസഭയിൽ മത്സരിക്കുമ്പോൾ ഉണ്ട്, നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഈ ഫ്ലാറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ ചേർത്താമായിരുന്നില്ലേ? നിയമസഭയിൽ മത്സരിക്കുന്നതിന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് വേണ്ടല്ലോ. അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, അവരത് പറയുന്നില്ലല്ലോ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു MP തൃശ്ശൂരിലെ ജനങ്ങളെ നിരന്തരമായി ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക.